കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന അളകനന്ദയ്ക്ക് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യവരത്തുനിന്ന് ഇറങ്ങിപ്പുറപ്പെടുന്ന നന്ദയ്ക്ക് വലിയ അപകടം ഉണ്ടാകുന്നതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചത്. അവസാനം വേറെ ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ നന്ദ വീട് വിട്ട് ഇറങ്ങുവാണ്. പക്ഷെ നന്ദ വീട് വിട്ട് ഇറങ്ങിയ കാര്യം ഇന്ത്യവരത്തില് ഗൗതമനല്ലാതെ ബാക്കി ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അരുന്ധതി മോഹിനിയൊക്കെ ഇരിക്കണ സമയത്താണ് നന്ദ വരാത്തോണ്ട് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ലക്ഷ്മിയമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നന്ദരേട്ടും താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല. ഈ സമയം ലക്ഷ്മിയമ്മയ്ക്ക് ചായ എന്നൊക്കെ പറഞ്ഞോണ്ട് പിങ്കി അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ ലക്ഷ്മിയമ്മ പറഞ്ഞു എനിക്കിപ്പോ വേണ്ടാന്ന് പറയണം. അതെന്താ ഇപ്പൊ വേണ്ടാത്ത? ഓ, നന്ദ വരാത്തോണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയം അർജുൻ പറഞ്ഞു, നീ എന്തിനാ പിങ്കി ഇങ്ങനെ വെറുതെ ലക്ഷ്മിയമ്മനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കണേ? അതിന്റെ ആവശ്യമുണ്ടോ? പക്ഷെങ്കില് പിങ്കിക്കാണെങ്കിൽ നന്ദയുടെ സൈഡ് അർജുൻ പറഞ്ഞും കൂടെ ഇഷ്ടപ്പെട്ടില്ല. ഓ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇപ്പം നന്ദയുടെ സൈഡിലേ പിടിക്കുള്ളൂ. അത് ശരി തന്നെയാ, ഞാൻ എപ്പോഴും നന്ദയുടെ സൈഡ് തന്നെ നിൽക്കത്തുള്ളൂ. കാരണം ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണക്കാരി ആരാ? നന്ദയടുത്തിയാ. അപ്പം ഞാൻ ആ വഴി മറന്നുകൂടാ. വന്ന വഴി മറക്കല്ലെന്നല്ലേ പറയണേ. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നന്ദയടുത്തിയുടെ ഭക്ഷണത്ത് തന്നെയാന്ന് പറയാം. ഈ സമയം ലക്ഷ്മിയമ്മ ഇങ്ങനെ കുറെ സമയമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇതെന്താ പോലും നന്ദമോട് ഇതിലായിട്ട് എഴുന്നേറ്റ് വരാനുള്ള സമയം കഴിഞ്ഞു. അവൾക്ക് ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ്. ഇത്ര വൈകാനും വഴിയുള്ളതല്ല. ഇനി വീണ്ടും ഗൗതമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ? വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. ഈ സമയം ഗൗതം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് മനസ്സിലായി നന്ദ മുറിയിലില്ല എന്നുള്ള കാര്യം. നന്ദ രാത്രി പോവുകയും ചെയ്താണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഗൗതം. ഇനിയിപ്പം താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരൊക്കെ എന്താ ചോദിക്കണേ, നന്ദ എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഗൗതം താഴേക്ക് ഇറങ്ങി വരുവാണ്. താഴേക്ക് ഇറങ്ങി വന്നപ്പോ ലക്ഷ്മിയമ്മ ചോദിച്ചു, അല്ല നന്ദമോൾ എഴുന്നേറ്റില്ലേന്ന് ചോദിക്കണം. പിങ്കി പറഞ്ഞു, എഴുന്നേറ്റ് കാണത്തില്ല തമ്പുരാട്ടി. അരുന്ധതി പറഞ്ഞു, ഇന്ത്യവരത്തിലായതുകൊണ്ട് ഇതൊക്കെ നടക്കും, വേറൊരു കുടുംബത്തിലാണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അവളുടെ തോന്നിയാസമല്ലേ. അവള് വലിയ ഡോക്ടറാൻ പഠിക്കുന്നതിന്റെ അഹമ്മതി കാണിക്കണം. അല്ലെങ്കിൽ അവളെ തന്നിഷ്ടമല്ലേ കാണിച്ചോണ്ടിരിക്കുന്നത്. ഭർത്താവ് പറഞ്ഞ വല്ലത് അനുസരിക്കോ? ഗൗതം വിളിച്ചാൽ പോലും നന്ദ ഇറങ്ങി വരത്തില്ല. കാരണം എന്താ? അവളുടെ അഹങ്കാരം എന്ന് പറയാം. അതൊക്കെ പിങ്കിമോളെ കണ്ടുപിടിക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് കണ്ടോ ഞങ്ങൾക്കൊക്കെ കോഫിയും കൊണ്ട് വന്നത്. ഇത് കേട്ട് ഗൗതമിന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം ഉണ്ടല്ലോ. ലക്ഷ്മമ്മ ചോദിച്ചു, നീ എന്താ മോനെ ഒന്നും പറയാത്തെ? നന്ദ എന്തിയെ, ഉറങ്ങുവാണോ അതോ മുറിയിലുണ്ടോ എന്തിയെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ഗൗതം പറഞ്ഞു, നന്ദ പോയെന്ന് പറയണം. നന്ദ പോയ എങ്ങോട്ട്? എനിക്കറിയില്ല അവള് പോയെന്ന്. നീ എന്താ പറയണേ ചോദിച്ചു ലക്ഷ്മമ്മ എന്ന് ഗൗതത്തിന് കോളറിനെ കൂടെ കുത്തിപ്പിടിക്കുകയാണ്. നിനക്ക് എന്താ, നീ എന്താ പറയണെന്ന് ചോദിക്കാം. ഒരു കാര്യം പറയാൻ ഗൗതം, നന്ദ എങ്ങോട്ടാ പോയെങ്കിലും നീ എത്രയും പെട്ടെന്ന് അവളെ വിളിച്ചോണ്ട് വന്നേണം. നീ എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കാം. എനിക്കറിയത്തില്ല അവളെ എങ്ങോട്ടാ പോയെന്ന്. നിനക്ക് അറിയത്തില്ലേ? അറിയത്തില്ല. അരുന്ധതി പറഞ്ഞു, അവള് തന്നിഷ്ടപ്രകാരം പോയി കാണുമായിരിക്കും. ഗൗതത്തിനോടുള്ള ദേഷ്യത്തിന് പോയതായിരിക്കും. ഈ സമയം ലക്ഷ്മിയമ്മ ഒന്നും മിണ്ടാതിരിക്കേണ്ട ഏട്ടത്തി, എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. ആകെപ്പാടെ മനുഷ്യ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴാണ് ഇങ്ങനെ ഓരോ വർത്താനം പറയണമെന്ന് പറയാം. അർജുൻ ഇത് കേട്ടപ്പോ ദേഷ്യം വന്നു. പിങ്കി പറഞ്ഞു, അല്ലെങ്കിലും ഗൗതം പറഞ്ഞാലൊന്നും അവൾ അനുസരിക്കാനൊന്നും പോകുന്നില്ല. അവൾ അവളുടെ തന്നിഷ്ടത്തിനല്ലേ ഓരോന്ന് ചെയ്യുള്ളൂ പറയാം. പെട്ടെന്ന് അർജുൻ അങ്ങ് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. അർജുൻ എന്നിട്ട് പിങ്കിയുടെ നേരെ ചെന്നിട്ട് പറഞ്ഞു, എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റ എഴുത്തിയാന്ന് പറയണം. ഞാനോ? ഞാൻ എന്ത് പറ്റിയെന്നാ നിങ്ങൾ പറയണേ? നിന്റെ ഒരു ഫംഗ്ഷന് അവള് തലേദിവസം ഒരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസം നടത്തി. എന്നിട്ടോ ഇപ്പം സമാധാനമല്ലോ. ഇവിടുന്ന് എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം എന്തായിരുന്നു? നന്ദയുടെ വീട് വിട്ടു പോകണം. അപ്പൊ അതിനു വേണ്ടിയല്ലായിരുന്നോ? നിന്റെ ആഗ്രഹം സാധിച്ചു, ബാക്കി പലരുടെ ആഗ്രഹം ഈ വീട്ടിൽ സാധിച്ചു. നന്ദയുടെ വീട് വിട്ടുപോയി. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ, എല്ലാവരുടെയും പ്രശ്നം തീർന്നല്ലോ എന്ന് പറയാം. പെട്ടെന്ന് അരുതി, ഞങ്ങൾ എന്ത് കാണിച്ചെന്നാ? ആരും ഒന്നും കാണിച്ചില്ല. ഞാൻ വന്നപ്പോ തൊട്ട് ഞാൻ കാണുന്നല്ലേ നന്ദയുടെ അവഗണന എന്താന്ന്. പിങ്കി കുറച്ച് പണമുള്ള വീട്ടിലാന്നോർത്ത് പിങ്കിനെ എടുത്ത് തലയെ വെച്ചുകൊണ്ട് നടക്കും എല്ലാവരും. അതെനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം. പക്ഷെ നന്ദയുടെ അങ്ങനെയല്ല. ഒരു പാവപ്പെട്ട പോലീസുകാരന്റെ മകളായതുകൊണ്ട്, പിന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ടായിരിക്കില്ലേ ഇങ്ങനെ നന്ദയുടെ ഈ അവഗണന കാണിച്ചേ. ഒരു കാര്യം പറഞ്ഞേക്കാം, നന്ദയുടെക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ ഞാനായിരിക്കും അതിനെതിരെ ആദ്യം കൊണ്ട് പരാതി കൊടുക്കുന്ന ഈ വീട്ടിൽ നിന്ന് പറയണം. ഒരു നിമിഷം ഗൗതം പോയി ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. പിന്നീട് ഗൗതത്തിന്റെ അരികിലേക്ക് അർജുൻ വന്നിട്ട് പറഞ്ഞു, ഏട്ടൻ എങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുന്നു? നന്ദയുടെ പോലെ ഒരു പാവം പെൺകുട്ടിയെ ഏട്ടനെ വിശ്വസിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്നല്ലേ, എന്നിട്ട് അവളെ വേദനിപ്പിച്ച് ഇവിടുന്ന് ഇറക്കി വിടാൻ മാത്രം ഇത്ര ക്രൂരനായി പോയ എൻ്റെ ഏട്ടന്. എനിക്കറിയാവുന്ന എൻ്റെ ഏട്ടന്റെ സ്വഭാവം ഇങ്ങനെയല്ല. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് ഒരിക്കലും ഒരു പോലീസ് ഓഫീസർക്ക് ചേർന്ന പണിയല്ല. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചേർത്ത് നിർത്തുക ചെയ്യണ്ടേ. സ്വന്തം ഭാര്യനെ വീട്ടിൽ നിർത്തിയ കഴിവില്ലാത്തവന് എങ്ങനെയാണ് സമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്യുന്നത്? അങ്ങ് മുഖത്തടിച്ച പോലെ അർജുൻ ചോദിക്കുകയാണ്. അതൊട്ടും ഗൗതം പ്രതീക്ഷ കാര്യമല്ല. ഈ സമയം മോഹിനി, നീ എന്തൊക്കെയാ അർജുനെ വിളിച്ചു പറയണമെന്ന് ചോദിക്കുക. സത്യമായിട്ടുള്ള കാര്യമല്ല പറയണേ.
ഇതായി കുടുംബത്തിലെ അവസ്ഥ. ഗൗതമേട്ടൻ ഇങ്ങനെ കുടുംബത്തിൽ പെരുമാറുവാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഗൗതമേട്ടൻ എങ്ങനെ പോയി ഇടപെടും? ഗൗതമേട്ടൻ അതിന് എന്താ വോയിസ് ഉള്ളതെന്ന് ചോദിക്കുക. പിന്നീട് ഗൗതം പറഞ്ഞു, ഞാനൊരു കാരണക്കാരനൊന്നും അല്ല, അവള് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാ. പോവാണെങ്കിൽ അതിന് തക്കതായ കാരണം കാണുമായിരിക്കും. ഒരു കാരണവശാലും നന്ദേടത്തി അങ്ങനെ ഇറങ്ങി പോകത്തില്ല. ഗൗതമേട്ടൻ മിക്കവാറും പറഞ്ഞു വിട്ടതായിരിക്കും. എങ്ങോട്ടാളും കുഴപ്പമില്ല, നന്ദേടത്തിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കണം. ഇല്ലെങ്കിൽ മിക്കവാറും ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു മാറ്റം ഇല്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ അരുന്ധതി, നീ എന്തൊക്കെയാ അർജുനി പറയണേ? പറഞ്ഞാൽ മനസ്സിലായില്ലേ? എല്ലാവർക്കും സമാധാനമായല്ലോ. എല്ലാരും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടല്ലേ കാത്തിരുന്നേ. പക്ഷെ എങ്കില് ഇവിടെ എല്ലാരും തൂക്കം കൊടുത്ത പണത്തിനായിരുന്നു. പക്ഷെ പണത്തിന് മേലെ നന്ദേടത്തി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ മനസ്സിൽ എപ്പോഴും നന്മയുണ്ട്. ആ നന്മ മനസ്സിലാക്കാനായിട്ട് ഈ കുടുംബത്തിൽ ആർക്കും കഴിഞ്ഞില്ല എന്ന് പറയണേ. പെട്ടെന്ന് ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, അർജുനൻ മോനെ, നീ അങ്ങനെയൊന്നും പറയില്ലേ. എനിക്കറിയാം ലക്ഷ്മി അമ്മ, ഇവിടെ ആകെപ്പാട് നന്ദേടത്തിയുടെ ഇച്ചിരി മനുഷ്യപ്പറ്റുള്ള ആള് ലക്ഷ്മി അമ്മ മാത്രമാണ്. ലക്ഷ്മി പറഞ്ഞു, ഞാനെൻ്റെ മോളെ പോലെ അവളെ കരുതുന്നേ. ഇന്ന് വരെ അവൾ വന്ന് കയറി അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അങ്ങനെ കണ്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും കണ്ടില്ല. അവൾക്കൊരു പോറൽ പറ്റി എനിക്ക് സഹിക്കില്ല. അവൾ എവിടെയാണെങ്കിലും കുഴപ്പമില്ല ഗൗതം, നീ എത്രയും പെട്ടെന്ന് അവളെ വിളിച്ചോണ്ട് വരണം. അവളെ ഈ വീട്ടിലേക്ക് കാല് കുത്താൻ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കില്ല എന്ന് പറയാം. ഗൗതം പെട്ടുപോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. അർജുൻ പറഞ്ഞു, ഞാനും പറയാ, നന്ദേടത്തി വരാതെ ഞാനൊന്നും ഫുഡും കഴിക്കത്തില്ല. അത് മാത്രമല്ല, നന്ദേടത്തി വന്നില്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് പോകുമെന്ന് പറയാണ്. ഇതും പറഞ്ഞ് അർജുൻ അങ്ങോട്ട് കയറിപ്പോയി. ഗൗതം പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗൗതം മുറിയിലേക്ക് പോവാ. അവളെ എവിടെ ചെന്ന് അന്വേഷിക്കും? അവൾ എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ല. ഈ സമയത്താണെങ്കിലോ നന്ദ ബസ്സിന് കയറി പോവാം. ഏലപ്പാറയ്ക്ക് തന്നെ പോകാമെന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അവിടെ ഒരു വീടുണ്ടത് എനിക്ക്. അങ്ങോട്ട് പോവാണെങ്കിൽ സമാധാനത്തോടെ അവിടെ കഴിയാം. ഇനിയിപ്പോൾ ആരും ഒന്നിനും ശല്യത്തിനും വരത്തില്ല. നാളെ തന്നെ ഗൗതം സാറിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ തൻ്റെ മുന്നോട്ടുള്ള പഠിത്തം അതെങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ പാതി വഴി വെച്ച് തൻ്റെ പഠനം ഉപേക്ഷിക്കേണ്ടി വരും. കാരണം ഫീസ് അടയ്ക്കണം. അത് മാത്രമല്ല പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം അതിനൊന്നും പണം ചിലപ്പം ഇല്ല. അപ്പം അതുകൊണ്ട് എങ്ങനെയായി തീരുമെന്നൊന്നും നന്ദയ്ക്കറിയത്തില്ല. പക്ഷെ നന്ദ അങ്ങോട്ട് തോറ്റു പിന്മാറാനായിട്ട് ഒരുക്കല്ലായിരുന്നു. അങ്ങനെ നന്ദ തളർന്ന മനസ്സോടെ ബസ്സിലിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രഗ്നൻ്റ് ആയ ഒരു സ്ത്രീ അങ്ങോട്ട് കയറി വരുന്നത്. അവ സ്ത്രീ കയറിയപ്പോൾ നന്ദ എന്ത് ചെയ്യുവാണ്, ഇരിക്കാൻ അവർക്ക് സീറ്റ് കൊടുക്കുവാണ്. നന്ദയുടെ അടുത്ത് തന്നെ ഇരുന്നു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പായി. അങ്ങനെ സ്റ്റോപ്പായതിന് പുള്ളിക്കാരത്തേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോലും മടി. അപ്പം പെട്ടെന്ന് നന്ദ എന്ത് ചെയ്യുവാണ്, നന്ദ പറഞ്ഞു ഞാൻ കയ്യെ പിടിക്കാന്ന് പറഞ്ഞ് നന്ദ കയ്യെ പിടിച്ചോണ്ട് പതുക്കെ അവരെ ഇറക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ്. ഈ സമയത്ത് വാതക്കുന്ന കണ്ടക്ടർ എന്ത് ചെയ്യണം, കണ്ടക്ടർ ഇറങ്ങി നിർത്ത് പെട്ടെന്ന് അങ്ങോട്ട് ബെല്ലടിച്ചോണ്ട് ഡ്രൈവർ ബസ് അങ്ങ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവരാ ഗർഭിണിയായ ആ സ്ത്രീ അങ്ങോട്ട് വീഴാനായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് നന്ദ അങ്ങോട്ട് കയറി പിടിച്ചു. വട്ടം കയറി പിടിച്ചു. അവരെ അകത്തേക്ക് വന്നു. പക്ഷേങ്കിൽ നന്ദ ആ ബസ്സിന്റെ കമ്പിയെ തൂങ്ങി ആടി ഇങ്ങനെ നിൽക്കുക. പുറത്തേക്കോ അകത്തേക്കോ എന്നുള്ള നിലയെ പെട്ടെന്ന് ബസ് അങ്ങോട്ട് നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും നന്ദ ബസ്സിൽ നിന്ന് കൈവിട്ടങ്ങ് താഴേക്ക് പോയ എണ്ണ ഉരുണ്ടുകൊണ്ട് അങ്ങോട്ട് നീങ്ങിപ്പോവാ. ഒരു നിമിഷം ബസ്സിലുള്ള സ്ത്രീകളുള്ള അലറിക്കറിയുമാണ്. പെട്ടെന്ന് എല്ലാവരും കൂടെ ചാടി ഇറങ്ങി വന്നപ്പോഴത്തേനും നന്ദയ്ക്ക് ബോധം പോലും ഇല്ലാത്ത അവസ്ഥയിൽ നന്ദ കിടക്കുമായിരുന്നു. പിന്നീട് അവരെല്ലാം കൂടെ നന്ദനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അറിയത്തില്ലാതെ, നന്ദയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലാതെ ലക്ഷ്മി അമ്മയൊക്കെ ഭയങ്കര സങ്കടത്തിലിരിക്കുമായിരുന്നു. മോഹിനിക്കൊന്നും യാതൊരു കുലുക്കമില്ലായിരുന്നു. പിങ്കയ്ക്കാണെങ്കിൽ അത്രയും കൂടെ ഇല്ല. മോഹിനി പറഞ്ഞു, അവളുടെ അഹങ്കാരം കാരണം അവള് പോയതല്ലേ, അവളെ എവിടെ പോനാ? ഇതിനു മുമ്പ് ഇങ്ങനെ വീട് വിട്ട് പോയിട്ടുണ്ട്. പോയിട്ട് കുറച്ചു ദിവസം കഴിയുമ്പോൾ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നോളൂ. അല്ലെങ്കിലും ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്ന സമയത്ത് ഭർത്താക്കന്മാരെ പുറകെ പോയി വിളിച്ചിട്ടുണ്ടെങ്കിലേ അവർക്ക് ഇച്ചിരി എല്ല് കൂടത്തുള്ളൂ. അതുകൊണ്ട് ആരും പോയി വിളിക്കാനൊന്നും പോണ്ട, അവള് തന്നെ ഇങ്ങോട്ട് വന്നോളൂ എന്നൊക്കെ പറയാണ്. ഈ സമയം പിങ്കി പറഞ്ഞു, ഇനിയിപ്പം നന്ദ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഫുഡ് കഴിക്കില്ലെന്നാ പറഞ്ഞ ചിലരൊക്കെ ഇവർ ഇരിക്കുന്നുണ്ടല്ലോ. ഗൗതം പോയി കൂട്ടിക്കൊണ്ട് വരുമായിരിക്കും എന്ന് പറയാം. ഞാനാണെങ്കിൽ ഗൗതത്തിനെ കുറ്റം പറയുള്ളൂ, ഗൗതം പോയി കൂട്ടിക്കൊണ്ട് വരില്ലെന്നാ പറയണേ എന്ന് മോഹിനി പറയാണ്. ഈ സമയത്ത് നന്ദ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ ആരാ എന്താണെന്നും അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻ്റ് ആണ്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അറിയുകയാണ്. അങ്ങനെ ആ കഥ നമ്പ്യാർ സാറ് പറഞ്ഞു. നമ്പ്യാർ സാറിൻ്റെ ചെവിയിലെത്തി നന്ദ ഹോസ്പിറ്റലാന്ന് അറിഞ്ഞപ്പോൾ നമ്പ്യാർ സാറും ഓടി ചെല്ലുന്നുണ്ട്. അങ്ങോട്ടുള്ള കൊണ്ടുവന്നേ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടുവാണ്. അങ്ങനെ ഈ സമയം നമ്പ്യാർ സാർ അറിഞ്ഞപ്പോൾ നമ്പ്യാർ സാർ നേരെ ഗൗതത്തിനെ ഫോൺ ചെയ്യുവാണ്. ഗൗതത്തിനെ ഫോൺ ചെയ്ത് നന്ദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ള കാര്യം പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് വല്ലാത്തൊരു ടെൻഷനായി. നന്ദയ്ക്ക് എന്താ പറ്റിയാന്ന് അറിയത്തില്ല. നമ്പ്യാർ സാർ പറഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് പറയാണ്. അപ്പം ഗൗതം ആദ്യം ഒന്ന് ആലോചിച്ചു, വീട്ടിലുള്ളവരോട് പറയണോ? ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പ്രശ്നമാകുമോ? പറയാതിരുന്നാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാകും. പിന്നീട് ഗൗതം പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നിടത്ത് ലക്ഷ്മി വന്നിട്ട് എങ്ങോട്ടാ നീ പോകുന്നേ? എങ്ങോട്ടാ മോനെ പറഞ്ഞിട്ട് പോകാൻ പറയാണ്. അവസാനം ഗൗതത്തിന് പറയേണ്ടി വന്നു, നന്ദയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായത്. ഇത് കേട്ടത് ലക്ഷ്മി അമ്മ അവിടെ കിടന്ന് അലറി നിലവിളിക്കുവാണ്.
നന്ദമോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് കിടന്ന് അലറി നിലവിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അർജുനും എല്ലാവരും ഓടി ഇറങ്ങി വന്നു. എന്താ എന്താ അമ്മയെ കരയണേന്ന് ചോദിക്കാണ്. നന്ദമോൾക്ക് ആക്സിഡന്റ് ആയത് എങ്ങനെ? അതൊന്നും അറിയത്തില്ല. ദേ ഇപ്പം ഗൗതം മോനെ പറഞ്ഞേന്ന് പറയാണ്. ഇത് കേട്ടതും അർജുൻ ഗൗതത്തിന് മുന്നിലേക്ക് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ സമാധാനമായല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നന്ദേടത്തേക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ ഒറ്റ എണ്ണത്തിൽ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാന്ന് പറഞ്ഞ് ഗൗതത്തിന് നേരെ കൈ ചൂണ്ടുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പൊ നന്ദയ്ക്ക് എന്ത് സംഭവിക്കും എങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. നന്ദിനി ഇപ്പൊ തിരികെ ഇന്ത്യവരത്തിലേക്ക് വരും തന്നെയാണ് പ്രതീക്ഷ. പക്ഷെ നന്ദ വാശിക്കാരെയാണ്. ഗൗതം വിളിക്കാതെ ഒരു കാരണവശാലും വരത്തില്ല. നന്ദയ്ക്ക് എന്താ എന്താ പറ്റിയത്, ആ വീഴ്ചയിൽ തന്നെ എന്തൊക്കെ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാട്ടോ. ഒരു പക്ഷേ എങ്കിൽ നാളെ ചിലപ്പോൾ ഫുൾ വിശേഷം താമസിച്ചേ വരുള്ളായിരിക്കും കേട്ടോ. ആ വരുന്ന സമയത്ത് തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യാട്ടോ. എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.